ജാസ്മിൻ പണിയെടുക്കുന്നില്ല എന്ന് പറഞ്ഞതിനെ തുടർന്ന് സിബിനും പവർ ടീമും വന്ന് അവിടെ ക്യാപ്റ്റനും ഒക്കെ വന്ന് ജാസ്മിനെ ചോദ്യം ചെയ്യുകയും അതിനു പുറമെ അവിടെ ഗംഭീര വഴക്ക് നടക്കുകയും ചെയ്തു. ആ സമയത്ത് ജാസ്മിൻ പണിയെടുക്കില്ല എന്ന് പറഞ്ഞ സമയത്ത് അവിടെ സിബിൻ പറഞ്ഞത്, എങ്കിൽ നീ വെറുതെ തിന്നും കുടിച്ചിരുന്നോ, പണിയെടുക്കണ്ട എന്നൊരു വാചകമാണ് അവിടെ സിബിൻ പറഞ്ഞത്. അത് കേട്ടിട്ട് ജാസ്മിന് ഭയങ്കര ഹേർട്ടായി. ജാസ്മിൻ പറഞ്ഞു നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ സിബിൻ എന്റെ ഔദാര്യത്തിൽ, ഞങ്ങളുടെ ഔദാര്യത്തിൽ നീ ഫുഡ് കഴിച്ചിട്ട് അവിടെ ഇരുന്നോളൂ എന്നാണ് അവിടെ പറഞ്ഞത്. അത് കഴിഞ്ഞ സമയത്ത് അവിടെ ജാസ്മിൻ നിന്ന് സംസാരിക്കുന്ന സമയത്ത് നിന്റെ പണി എനിക്കെടുക്കാനായിട്ട് അറിയാം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നമ്മുടെ ക്യാപ്റ്റൻ ആയിട്ടുള്ള ജിൻഡോ ചെന്ന് ബാത്റൂമിലത്തെ ചൂലൊക്കെ എടുത്തിട്ട് പണിയെടുക്കാനായിട്ട് അങ്ങോട്ട് ഇറങ്ങായിരുന്നു. എന്തായാലും സിബിൻ പക്ഷേ മറ്റുള്ളവരെ കൊണ്ട് പണിയെടുപ്പിച്ച് ഞാൻ പണിയെടുക്കും, നീ ചെയ്തില്ലെങ്കിൽ എന്താ ഞാൻ പണിയെടുത്തോണ്ട് എന്നൊക്കെ സിബിൻ പറഞ്ഞു. പക്ഷെ സിബിൻ നൈസായിട്ട് ജിൻഡോക്കിട്ട് പണി കൊടുത്തിട്ട് അവിടെ വന്നിരുന്ന് ചെയറിൽ വന്നിരുന്ന് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പണിയെ തുടങ്ങാണ് സിബിൻ. അവിടെ ഇരുന്നിട്ട് പിന്നെ ഡയലോഗുകൾ വിടാണ്. ആ സമയത്ത് നമ്മുടെ ജിൻഡോ വന്ന് പറയുന്നുണ്ട്, നിന്റെ പണിയാടി ഞാൻ എടുക്കണത്, പഠിച്ചു വരണത്, ബാത്റൂമിലെ ചൂലാണ് എന്റെ കയ്യിലിരിക്കണത്, നീ അവിടെ തിന്നും കുടിച്ചിരുന്നോ, ഞാൻ നിന്റെ പണി ഞാൻ എടുത്തോളാം എന്നുള്ള രീതിയിൽ കളിയാക്കിക്കൊണ്ട് അവിടെ ജിൻഡോയും പറയുന്നുണ്ടായിരുന്നു. ഇത് കേട്ടുകൊണ്ട് ഗബ്രി അവിടെ നിന്ന് എഴുന്നേറ്റ് വന്ന് ഗബ്രി ചൂടായി. ഇങ്ങനെയാണോ സംസാരിക്കേണ്ടത്, ആരുടെ ഔദാര്യത്തിലാണ് ഞങ്ങൾ ഇവിടുന്ന് ഫുഡ് കഴിക്കുന്നത്, ഇവിടെ ആരുടെ ഔദാര്യത്തിൽ ഫുഡ് കഴിക്കുന്നില്ല, അത് ചോദ്യം ചെയ്യാനായിട്ട് നീ ആര് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ ഗബ്രി എഴുന്നേറ്റ് വന്ന് ചോദ്യം ചെയ്യാൻ തുടങ്ങി. അപ്പോഴേക്കും സിബിൻ അങ്ങ് ദേഷ്യം വന്നു. സിബിൻ വന്നിട്ട് നിനക്ക് എന്താടാന്ന് എന്ന് ചോദിച്ചുകൊണ്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കട്ടയ്ക്കുള്ള ഒരു മത്സരമായിരുന്നു. പിന്നെ അങ്ങോട്ട് അടിക്കണോ, നിനക്ക് എന്താ കാണണ്ടേ, നിനക്ക് ഞാൻ ഊങ്ങി വെച്ചിട്ടുണ്ട്, നിനക്ക് ഞാൻ തരുന്നുണ്ട്, നീ ഇന്ന് എന്നെ പറഞ്ഞതൊന്നും ഞാൻ മറന്നിട്ടില്ല, നിന്നെ ഞാൻ മുട്ടിലഴയിക്കും എന്നാണ് സിബിൻ ഗബ്രിയുടെ അടുത്ത് നിന്ന് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നീ ഉണ്ടെങ്കിലും ഞാനുണ്ടെങ്കിലും ശരി, നിന്നെ ഞാൻ മുട്ടിലഴയിക്കും എന്നാണ് സിബിന്റെ ഗബ്രിയുടെ അടുത്തുള്ള ഇന്നത്തെ ഡയലോഗായിരുന്നത്. അതുപോലത്തെ വഴക്കായിരുന്നു പിന്നീട് ലൈവിൽ നടന്നുകൊണ്ടിരുന്നത് സിബിനും ഗബ്രിയും തമ്മിൽ.